എം സ്വരാജിന്റെ വിജയം കാംക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് പുറത്തുള്ളവർക്കും കാരണങ്ങളുണ്ട് എന്നും അത് എന്താണ് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അധ്യാപകൻ റഫീഖ് ഇബ്രാഹിം. സ്വപക്ഷത്തിന്റെ മെറിറ്റുകളിലൂന്നി വോട്ട് ചോദിക്കാനുള്ള ജാഗ്രത എം സ്വരാജിനുണ്ട് എന്നും അധ്യാപകൻ റഫീഖ് ഇബ്രാഹിം പറയുകയാണ്. ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മേൽക്കൈ നേടിയ ശേഷം നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ ആവശ്യം വേണ്ട ചില അടിസ്ഥാന മൂല്യങ്ങളിൽ സ്വരാജ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരർത്ഥത്തിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് സന്ദർഭമായതും എന്തുകൊണ്ടും നന്നായി എന്നും അദ്ദേഹം പറയുകയാണ്. സ്വരാജിന്റെയും നിലമ്പൂരിലെ ഇടതുപക്ഷ മുന്നണിയുടെയും ഈ നിൽപ്പ് വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അത് വലിയ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷമുള്ള എം സ്വരാജിന്റെ വീഡിയോ ക്ലിപ്പുകളിൽ ചിലത് ശ്രദ്ധിക്കുകയായിരുന്നു. ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മേൽക്കൈ നേടിയ ശേഷം നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ ആവശ്യം വേണ്ട ചില അടിസ്ഥാന മൂല്യങ്ങളിൽ സ്വരാജ് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് സന്ദർഭമായത് എന്തുകൊണ്ടും നന്നായി. സ്വരാജിന്റെയും നിലമ്പൂരിലെ ഇടതുപക്ഷ മുന്നണിയുടെയും ഈ നിൽപ്പ് വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അത് വലിയ ഗുണം തന്നെ ചെയ്യും. അതിനാദ്യത്തേത് സ്വപക്ഷത്തിന്റെ മെറിറ്റുകളിലൂന്നി വോട്ട് ചോദിക്കാനുള്ള ജാഗ്രതയാണ്. എതിർപ്പാളയത്തിലെ സ്വരചേർച്ച ഇല്ലായ്മയെ കുറിച്ചുള്ള ചോദ്യത്തിന് അയാൾ നൽകിയ മറുപടി ശ്രദ്ധിച്ചാൽ അറിയാം. അത്തരമൊന്നും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരത് പരിഹരിച്ച് ശരിയായ രാഷ്ട്രീയ സംവാദത്തിലേക്ക് വരട്ടെ എന്നും അദ്ദേഹം ആശിക്കുന്നു. സാധാരണ പ്രതീക്ഷിച്ചു കൂടാത്ത ഒന്നാണ് ഈ നിലപാട്. ഏത് യുദ്ധത്തിന്റെയും ആരംഭപൂർവ്വ തന്ത്രങ്ങളിൽ ഒന്ന് സ്വന്തം ശക്തിയും എതിരാളിയുടെ ദൗർബല്യവും കഴിയുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നത് തന്നെയാണ്. മാനസികമായി അത് നൽകുന്ന മേൽക്കോയ്മ വിജയത്തിലേക്ക് പരാവർത്തനം ചെയ്യപ്പെട്ടേക്കാമെന്നും കരുതാറുണ്ട്. സ്വരാജ് പക്ഷെ അതിനായി ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം സാധ്യതകളെ കയ്യിലെടുക്കാനേ തുനിയുന്നുമില്ല. താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ മുന്നണിയുടെ മെറിറ്റുകളെ കുറിച്ച് സംസാരിക്കാൻ മാത്രം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രകോപനങ്ങളിൽ വീണു പോവാതെ അതുവഴി ഫ്രെയിം ഓഫ് റെഫറൻസിന് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള ശ്രദ്ധ തന്നെയാണ്. പലസ്തീൻ പ്രശ്നത്തിലെ നിലപാടുമായി ബന്ധപ്പെട്ട് MSF നേതാവിന്റെ ഇക്കിളി പ്രസ്താവനയോട് സ്വരാജ് പ്രതികരിച്ച രീതി ക്ലാസിക് ആണെന്നാണ് തോന്നുന്നത്. താനെടുത്ത നിലപാടിന്റെ രാഷ്ട്രീയം ഉറപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രകോപനാർഹമായ കമന്റുകളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യാനും ചെയ്യുന്നുണ്ട്. വലിയ വാർത്താ പ്രാധാന്യം നേടാൻ തനിക്ക് കഴിയുമായിരുന്ന അല്പം പരിഹാസ്യോദാത്തമായ ഭാഷയിലാക്കി സംസാരിക്കാൻ സംശയരഹിതമായും തെളിവുകളുമായുള്ള കവളപ്പാറയിലെ സ്വരാജിന്റെ അഭാവം എന്ന PV അൻവറിന്റെ ആഖ്യാനത്തോട് സ്വരാജ് പ്രതികരിച്ച രീതി ശ്രദ്ധാർഹം തന്നെയാണ്. ഒരുപക്ഷെ അൻവർ കാര്യങ്ങൾ മറന്നുപോയത് കൊണ്ടാവാമെന്നും ഒട്ടുമേ പരിഹാസമില്ലാതെയാണ് സ്വരാജ് പ്രതിവചിച്ച് കണ്ടത്. എതിർപ്പാളയത്തിലെ വ്യക്തികളിൽ ഒരാളെ ശരിയായ ഡേറ്റ കയ്യിൽ ഉണ്ടായിട്ടും പരിഹസിക്കാതിരിക്കുന്നതും കളിയാക്കാതിരിക്കുന്നതും പുലർത്തിയ ശ്രദ്ധയാണ് മൂന്നാമത്തേത്. അവസാനമായി KM ഷാജി നടത്തിയ പ്രസ്താവനയോടുള്ള സ്വരാജിന്റെ മറുപടിയാണ്. ഷാജി ഒരുപക്ഷെ തിരക്ക് കാരണം താൻ എഴുതിയത് വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നും തേർഡ് പാർട്ടി ഇൻഫർമേഷനിൽ നിന്ന് അഭിപ്രായം രൂപീകരിച്ചതായിരിക്കാമെന്നും ഷാജി ചെയ്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഷാജിയെ വ്യക്തിപരമായി ആക്രമിച്ചില്ല എന്നത് മാത്രമല്ല, ഷാജി തന്റെ സുഹൃത്താണ് എന്നും അയാൾ ഒരു മോശം മനുഷ്യനല്ല എന്ന് കയറി പറയുക കൂടി ചെയ്തിട്ടുണ്ട് സ്വരാജ്. ഈ 3 ക്ലിപ്പുകളിലൂടെ കടന്നുപോയാൽ അറിയാം സ്വരാജ് സ്വീകരിക്കുന്ന മെത്തഡോളജിയും മെത്തേഡും. റിസ്കിയായ ഒരു രീതി പദ്ധതിയാണ് സ്വരാജ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിശിഷ്യ ഏതുതരം അധാർമിക കൊടുക്കൽ വാങ്ങലുകളും നടക്കാമെന്ന് ചില പാതിരാ ചർച്ചകളിലൂടെ ഇതിനകം വ്യക്തമാക്കപ്പെട്ട ഒരു ഇലക്ഷൻ സന്ദർഭത്തിൽ. എങ്കിലും ആ റിസ്കിന് അതീവ സൗന്ദര്യമുണ്ട്. ഐഡിയൽ എന്ന് പോലും വിളിക്കാൻ പറ്റുന്ന ഒരു പ്രചരണ ശൈലിയുടെ ഗുരുത്വവുമുണ്ട്. ആ ശൈലി വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു തിരുത്ത് വീഴും എന്നുള്ളത് ഉറപ്പാണ്. എം സ്വരാജിന്റെ വിജയം കാംക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് പുറത്തുള്ളവർക്കും കാരണങ്ങളുണ്ട് എന്ന് സാരം.